ഭൂതകാലത്തിന്റെ ആ ലെവലല്ല, നമ്മളങ്ങ് ഇരുത്തി കളയും. അതാണ് ഈ പടത്തിന്റെ ആ ഒരു ലെവല്. വേറൊരു ടൈപ്പ് ഓഫ് മമ്മൂട്ടിയെ നമുക്കിനത് കാണാൻ പറ്റും. സിനിമ കാണുന്ന എല്ലാവരെയും ആ മനക്കലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അതിനകത്ത് പെടുത്തി. ഈ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തിറക്കാൻ ഒരു ഡയറക്ടർ എന്തായാലും ധൈര്യപ്പെടില്ല. പുള്ളി അത്രയും ധൈര്യം എടുത്തിട്ടുണ്ട്, അത്ര റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് ഈ പടത്തിലുണ്ട്. കളറായതൊക്കെ കുറച്ചുകൂടി അടിപൊളിയായേനെ. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ ഇത്രയും ഇങ്ങനെ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടർ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ക്ലാസിക് മേക്കിംഗ് മമ്മൂക്ക പൊളി. അടിപൊളി സിനിമ. മമ്മൂട്ടി എല്ലാം അടിപൊളി അഭിനയം. അടിപൊളി രക്ഷയില്ല, അടിപൊളി. പടം നന്നായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഒരു യൂണീക്ക് രീതിയിലാണ് പടം എടുത്തേക്കണത്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. മമ്മൂക്കയുടെ റോള് നന്നായിട്ടുണ്ട്. ആദ്യം കുറച്ച് ലാഗ് ഉണ്ട്, ഫസ്റ്റ് ഹാഫ് വരെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം പടം നന്നായിട്ട് പോയിട്ടുണ്ട്. ഭൂതകാലത്തിന്റെ ആ ലെവലല്ല, എന്നാലും ഹൊറർ എലമെന്റ്സ് ഉണ്ട്. കുറച്ചുകൂടെ ആക്ഷൻസ് ആയിരുന്നു കൂടുതലും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഹോളിവുഡിലും നമ്മൾ A24 ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഇതൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഹൊറർ ഫിലിംസിന്. നമ്മളങ്ങ് ഇരുത്തി കളയും. അതാണ് ഈ പടത്തിൻ്റെ ആ ഒരു ലെവല്. കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ശരിക്കും ആ 17th സെഞ്ച്വറി പീരീഡിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇരുത്തി കളഞ്ഞു. അതാണ് അസാധ്യ പെർഫോമൻസസ്, അസാധ്യ സിനിമാറ്റോഗ്രഫി, സൗണ്ട് ഡിസൈൻ അപാരമാണ്, പറയാതിരിക്കാൻ പറ്റും. മസ്റ്റ് തീയരവാച. അല്ലാണ്ട് പിന്നെ OTT-യിലൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടൂല. അഭിനയത്തെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ മമ്മൂക്കിനെ കുറിച്ചൊന്നും പറയാനില്ലല്ലോ. ഓരോ പുള്ളി ഒരു വെറ്റിൽ ചവിക്കണമെങ്കിൽ വരെ പുള്ളി ജീവിക്കണമായിരുന്നു. എടുത്തേക്കുന്നത് യൂണീക്കായിട്ടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് ലാഗ് ഉണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ്, അത് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് പോകണം. വേറൊരു ടൈപ്പ് ഓഫ് മമ്മൂട്ടിയെ നമുക്കിനത് കാണാൻ പറ്റും. നല്ലൊരു തിയേറ്റർ വാച്ചാണ്. ഹൊറർ ജോണറിൽ നമ്മളങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ടൈപ്പ് ഓഫ് രീതിയിലാണ് ഇവർ എടുത്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു തിയേറ്റർ വാച്ചാണ്, എല്ലാവരും വന്ന് കാണണം. ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം ആയതുകൊണ്ടും ട്രെയിലർ കണ്ടിട്ട് നമുക്കൊരു ടൈം ലൂപ്പാണോ ഹൊററാണോ ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ ഒരു രീതിയിൽ ആണ് അപ്രോച്ച് ചെയ്ത സിനിമേനെ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നതാണ്. പക്ഷേ അതിന് മേലെ ഉള്ള പടം ഒരു ഹിന്ദു മിത്തോളജി ബേസ് ചെയ്തുള്ള ഒരു സർവൈവൽ ത്രില്ലർ അങ്ങനത്തെ രീതിയിൽ കൂട്ടാം. ഫിലിമിനെ സീരിയസ് ആയി എടുക്കുന്ന ആർക്കായാലും പടം ഇഷ്ടപ്പെടും. നമുക്കൊരു കേരളത്തിലെ ഓഡിയൻസിന് മാത്രമല്ല, ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിന് മുമ്പിൽ ധൈര്യമായിട്ട് പറയാവുന്നൊരു പടമാണ്. നമ്മൾ ഫ്രണ്ട്സിനും ആർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാം ഈ പടം. അറിയാലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പടം. ഈ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തിറക്കാൻ ഒരു ഡയറക്ടർ എന്തായാലും ധൈര്യപ്പെടില്ല. പുള്ളി അത്രയും ധൈര്യം എടുത്തിട്ടുണ്ട്, അത്ര റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് ഈ പടത്തിലുണ്ട്. അർജുനാശ്വൻ ഞെട്ടിച്ച് കളഞ്ഞു. പുള്ളി അല്ലെങ്കിൽ നല്ലൊരു പെർഫോമറാണെന്ന് അറിയാം. പക്ഷേ ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും ഡെപ്തായിട്ട് ഇത്രയും ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് എങ്ങനെ കാണുന്നത്. 3 പേരുടെയും പെർഫോമൻസസ് എടുത്ത് പറയേണ്ടതാണ്, പറയാതിരിക്കുകയാണ്. എല്ലാവരും അടിപൊളിയായിരുന്നു. മമ്മൂട്ടി പിന്നെ പറയേ വേണ്ട. മോണോക്രോമിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു സിനിമാ സ്ക്രീനിൽ ഏറ്റവും നല്ല മഴ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതിഗംഭീരമായ വിഷ്വലൈസേഷൻ, കഥാപാത്ര രൂപീകരണം. കാരണം 3-4 ആൾക്കാരുണ്ടാകുമ്പോൾ മോണോട്ടോണി ആകുമോ, കാരണം ഒരു ആവർത്തനം വരുമോ എന്ന് നമുക്ക് തോന്നിയെങ്കിലും സിനിമ കാണുന്ന എല്ലാവരെയും ആ മനക്കലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അതിനകത്ത് പെടുത്തി. 400-ലധികം ചിത്രങ്ങൾ ചെയ്ത മമ്മൂട്ടിക്ക് ഇനി എന്ത് വേഷപ്പകർച്ച എന്ന് ചോദിക്കുന്നവർക്ക് കാണിക്കാനുള്ള സിനിമയാണ് പ്രമേയം. പിന്നെ ഇതൊരു മമ്മൂട്ടി ഫാൻസിന് വേണ്ടിയോ മമ്മൂട്ടി മാത്രമോ കാണേണ്ട അവർക്ക് വേണ്ടി മാത്രമുള്ള സിനിമയല്ല. ഇതൊരു മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് പ്രമേയം. മമ്മൂക്ക ഇതുവരെ ചെയ്ത ഒരു വേഷമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷമാണ്. അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് അദ്ദേഹം ചെയ്തു. ഇപ്പോൾ മമ്മൂക്ക എടുക്കുന്ന ക്യാരക്ടേഴ്സ് നോക്കിയാലും എല്ലാം ഭയങ്കര രീതിക്ക് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ സ്റ്റാർട്ടിങ് ആക്ടേഴ്സിനൊക്കെ ഇനിയും നമുക്കൊന്നുമില്ല, ബ്രേക്ക് ചെയ്ത് എന്ത് ക്യാരക്ടറും ചെയ്യാമെന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കണം നമുക്ക് പിന്നെയും. അപ്പോൾ ആ ഒരു ബലവും ആ ഒരു ശക്തിയാണ് നമുക്ക് അടുത്ത ക്യാരക്ടറും എന്ത് ടൈപ്പ് എടുക്കണം എന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കൊതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓഫ്കോഴ്സ് അങ്ങനത്തെ ഒരു ആക്ടറിനോട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു സിനിമയാണ്. അപ്പം അതിൻ്റെ ഒരു പുതുമയുണ്ട്. പിന്നെ പെർഫോമൻസ് വെച്ചിട്ട് മമ്മൂക്ക തകർത്തിട്ടുണ്ട്. പുള്ളി എല്ലാ പടങ്ങളിലും ഇപ്പോൾ ലാസ്റ്റ് നൻപകലായാലും റോഷാക്കായാലും കാതലായാലും ഓരോ പടങ്ങൾ കഴിയുമ്പോൾ പുള്ളി ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് പുള്ളി ഓരോ പടം കഴിയുന്നതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു വണ്ടറാണ്. ഇങ്ങനെ ഒരു മനുഷ്യനൊക്കെ എങ്ങനെയാണ്, ഇത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യൻ ഇത്രയും ഇങ്ങനെ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടർ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേപോലെ ഉള്ള അനുഭവമല്ല. കാരണം ഇപ്പോൾ കുറച്ചുകൂടെ സാങ്കേതിക രംഗങ്ങളൊക്കെ വ്യത്യസ്തമായി വന്നതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും നമുക്ക് കളർ കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം തന്നെയാണ് ഉള്ളത്. അടിപൊളി പടമാണ്, വേറെ ലെവൽ പടമാണ്, കാണേണ്ട പടമാണ്. മമ്മൂട്ടി ഇതുവരെയും ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. നല്ല മൂവിയായിരുന്നു. എല്ലാ മൊത്തത്തിൽ അർജുന അശോകനും മമ്മൂട്ടിയും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. കളറായതൊക്കെ കുറച്ചുകൂടി അടിപൊളിയായേനെ. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്.
കുറച്ചും കൂടി കളറാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഗുമ്മായിരുന്നു കുറച്ചും കൂടി പടം. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളി പടം, ക്ലാസിക് മേക്കിംഗ്, മമ്മൂക്ക പൊളി.